ചാപ്റ്റർ 2 അധ്യായം 2 വേൾഡ് ഇൻ ദി 20th സെഞ്ച്വറി ലോകം 20-ാം നൂറ്റാണ്ടിൽ. ദ മാപ്പ് ഓഫ് ദി കോണ്ടിനെൻറ്റ് ഓഫ് ആഫ്രിക്ക ഈസ് ഗിവൺ. ആഫ്രിക്ക എന്ന വൻകരയുടെ ഭൂപടമാണ് നൽകിയിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി ബൗണ്ടറീസ് ഓഫ് ആഫ്രിക്കൻ കൺട്രീസ്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ അതിർത്തികളുടെ അതിൻ്റെ സവിശേഷതകൾ കണ്ടെത്താമോ എന്നൊരു ചോദ്യമാണ് അവിടെ നൽകിയിരിക്കുന്നത്. യു വിൽ സീ ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ബൗണ്ടറി ലൈൻസ് ആർ സ്ട്രേറ്റ്. അപ്പോൾ നമുക്ക് അത് നോക്കുമ്പോൾ, ആഫ്രിക്കയുടെ ഭൂപടം നോക്കുമ്പോൾ മനസ്സിലാകും, മിക്കുള്ള രാജ്യങ്ങളുടെയൊക്കെ തന്നെ അതിർത്തികൾ നേർരേഖയിലാണ് വരച്ചിരിക്കുന്നത്. വൈ ഡു ദി ആഫ്രിക്കൻ കൺട്രീസ് ഷെയർ സ്ട്രേറ്റ് ബൗണ്ടറീസ്? എന്തുകൊണ്ടായിരിക്കാം ആഫ്രിക്കൻ രാജ്യങ്ങൾ നേർരേഖയിലുള്ള ബൗണ്ടറികൾ ഷെയർ ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും അതിർത്തി നേർരേഖയിലുള്ളതാണ്, അല്ലേ? ചില രാജ്യങ്ങളുടെയെങ്കിലും അതിർത്തികൾ, പ്രധാനമായും നോർത്തേൺ ആഫ്രിക്കയിലുള്ള രാജ്യങ്ങളുടെയൊക്കെ തന്നെ അതിർത്തികൾ നേർരേഖയിലുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദ യൂറോപ്യൻസ് ഹു റീച്ച്ഡ് ആഫ്രിക്ക ഇൻ സെർച്ച് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് പാർട്ടീഷൻഡ് ദി കോണ്ടിനെൻറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി 20th സെഞ്ച്വറി. അപ്പോൾ യൂറോപ്യന്മാർ ആഫ്രിക്കയിലേക്ക് എത്തി. എന്തിനു വേണ്ടി എത്തിയത്? ഫോർ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾക്ക് വേണ്ടി എത്തിയത്. അവരെത്തിയതിനു ശേഷം ദ പാർട്ടീഷൻ ദി കോണ്ടിനെൻറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി 20th സെഞ്ച്വറി. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അവർ ഈ രാജ്യങ്ങളെ വിഭജിക്കാൻ ആരംഭിച്ചു. ഓൺ ദ ബേസ് ഓഫ് സം എഗ്രിമെൻറ്റ്സ് എമംഗ് ദ യൂറോപ്യൻ കൺട്രീസ് ദേ ഡിവൈഡഡ് ദ ആഫ്രിക്കൻ നേഷൻസ് എമംഗ് ദംസെൽസ് ബൈ ജസ്റ്റ് ഡ്രോയിങ് സ്ട്രേറ്റ് ലൈൻസ് ഓൺ ദ മാപ്പ്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ, അനവധിയായി യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ആഫ്രിക്കയിലേക്ക് പ്രകൃതി വിഭവങ്ങൾക്ക് വേണ്ടി എത്തിയുണ്ടായി. അവരുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾക്ക് വേണ്ടി എത്തിയുണ്ടായി, നാച്ചുറൽ റിസോഴ്സിന് വേണ്ടി എത്തിയുണ്ടായി. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഓൺ ദ ബേസ് ഓഫ് സം എഗ്രിമെൻറ്റ്സ് എമംഗ് ദ യൂറോപ്യൻ കൺട്രീസ്, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ചില കരാറുകളുടെ അടിസ്ഥാനത്തിൽ ദേ ഡിവൈഡ് ദ ആഫ്രിക്കൻ നേഷൻസ് എമംഗ് ദംസെൽസ് ബൈ ജസ്റ്റ് ഡ്രോയിങ് സ്ട്രേറ്റ് ലൈൻസ് ഓൺ ദ മാപ്പ്. അവർ തന്നെ, ആ രാഷ്ട്രങ്ങൾ തന്നെ ആഫ്രിക്കൻ ഭൂപടത്തിന് മുകളിലായി സ്ട്രെയിറ്റ് ലൈനായിട്ട് പല രാജ്യങ്ങളായിട്ട് അങ്ങ് വിഭജിക്കുകയുണ്ടായി. അപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും കോളനികളായിരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യവും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ എങ്ങനെ തിരിച്ചു? നേർരേഖ കൊണ്ട്, നേർ ലൈൻ കൊണ്ട്, ഭൂപടത്തിൽ നേർരേഖ വരച്ച് അതിർത്തികൾ അങ്ങ് നിശ്ചയിക്കുകയുണ്ടായി. അങ്ങനെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നേർരേഖയിലുള്ള ബൗണ്ടറികൾ ഉണ്ടാവുന്നത്. വൈ ഡിഡ് ദി യൂറോപ്യൻ നേഷൻസ് പാർട്ടീഷൻ ആഫ്രിക്ക? അപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എന്തുകൊണ്ടാണ് ആഫ്രിക്കയെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായി വിഭജിച്ചെടുത്തത്? ദിസ് ഈസ് എ പാർട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ബൈ ദ യൂറോപ്യൻ കൺട്രീസ്. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ പ്രകൃതിവിഭവങ്ങളുടെ അല്ലെങ്കിൽ വിഭവങ്ങളുടെ ചൂഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ വ്യവസായികങ്ങൾക്ക് ആവശ്യമായുള്ള റിസോഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് അവർ, അല്ലേ? അതേപോലെ ആഫ്രിക്കയിൽ നിന്നും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വളരെ വേഗത്തിൽ, വളരെ സ്പീഡി ആയിട്ട് ഇങ്ങനെയൊരു പാർട്ടീഷൻ ആഫ്രിക്കയിൽ നടത്തപ്പെടുന്നത്. സിമിലർ പ്രോസസ് ഒക്കേർഡ് ഇൻ അതർ പാർട്സ് ഓഫ് ദി വേൾഡ്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി നടന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പലവിധമായി രാജ്യങ്ങളെ കീറിമുറിക്കപ്പെട്ടത് അല്ലെങ്കിൽ വെട്ടി മുറിച്ച് മാറ്റപ്പെട്ടത്. അടുത്ത് നമ്മൾ പറയുന്നത് ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം. ക്യാപിറ്റലിസത്തിൽ നിന്ന് ഇമ്പീരിയലിസത്തിലേക്ക്. എന്താണ് ക്യാപിറ്റലിസം? മുതലാളിത്തം. എന്താണ് ഇമ്പീരിയലിസം? സാമ്രാജ്യത്വം. അപ്പോൾ ഇവ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് പ്രധാനമായും 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ ക്യാപിറ്റലിസം, നെക്സ്റ്റ് വൺ കൊളോണിയലിസം, നെക്സ്റ്റ് വൺ ഇമ്പീരിയലിസം. ഈ 3ഉം ഒരേപോലെ പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് വി ഹാവ് ഡിസ്കസ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ കുട്ടിക്കാലത്തെ ക്ലാസ്സുകളിൽ 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ തന്നെ ഒരുപക്ഷെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം. ദാറ്റ് ബിഗാൻ ഇൻ ദ 18th സെഞ്ച്വറി. 18ാം നൂറ്റാണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആരംഭിക്കുന്നത്. എവിടെ ആരംഭിച്ച രാജ്യം എവിടെയാണ്? ഇംഗ്ലണ്ടാണ്. ഇറ്റ് ഗ്രാജുവലി സ്പ്രെഡ് ഫ്രം ഇംഗ്ലണ്ട് ടു അതർ കൺട്രീസ് ഓഫ് യൂറോപ്പ്. ഇംഗ്ലണ്ടിലാണിത് ആരംഭിക്കുന്നതും ആരംഭിച്ചതിന് ശേഷം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിക്കുകയുമാണ് ഉണ്ടായത്. ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ് ഇൻ ഫാക്ടറീസ് ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. അങ്ങനെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട്, വ്യാവസായികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റലിസ്റ്റുകൾ, മുതലാളിമാർ ഫാക്ടറികളിൽ വൻതോതിലുള്ള നിക്ഷേപം നടത്തുകയുണ്ടായി. ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. അങ്ങനെ ഉൽപ്പാദനം വർദ്ധിക്കുകയുണ്ടായി. ദിസ് ഇൻക്രീസ്ഡ് ദെയർ പ്രോഫിറ്റ്. അങ്ങനെ ഉൽപ്പാദനം വർദ്ധിച്ചത്
അവരുടെ ലാഭം വർദ്ധിക്കുന്നതിനും ഇടയായി. അങ്ങനെ ക്യാപിറ്റലിസ്റ്റുകളുടെ ലാഭം വർദ്ധിക്കുന്നതിനും ഇടയായി. ദി എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദി ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റലിസം. അപ്പോൾ എന്താണ് ക്യാപിറ്റലിസം എന്നൊരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ പഠിക്കണം? ദ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റലിസം. അപ്പോൾ ലാഭം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടി ഉൽപ്പാദനം, വിതരണം എന്നിവ നിയന്ത്രിക്കുന്നത് ക്യാപിറ്റലിസ്റ്റുകളാണെങ്കിൽ, മുതലാളിമാരാണെങ്കിൽ, അങ്ങനെയുള്ള പ്രൊഡക്ഷൻ സിസ്റ്റത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്കണോമിക് സിസ്റ്റത്തെ ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് മുതലാളിത്തം ചോദിച്ചു കഴിഞ്ഞാൽ, ദ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദി ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആരാ കൺട്രോൾ ചെയ്യുന്നത്? ക്യാപിറ്റലിസ്റ്റ്. വിത്ത് ദ എയിം, അവരുടെ ലക്ഷ്യം എന്താണ്? ടു ഇൻക്രീസ് പ്രോഫിറ്റ്, ലാഭം വർദ്ധിപ്പിക്കുക എന്നാണ് ലക്ഷ്യം. അപ്പോൾ ലാഭം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടി പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നിവ ആര് നിയന്ത്രിക്കുന്നു? ക്യാപിറ്റലിസ്റ്റുകൾ നിയന്ത്രിക്കുന്നു. അങ്ങനെയുള്ള എക്കണോമിക് സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. പഠിച്ചു വയ്ക്കാമല്ലോ. ദി അഡ്വൻറ്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എൻഹാൻസ്ഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. വളരെ വലിയ വ്യവസായങ്ങളുടെ വരവോടുകൂടി അല്ലെങ്കിൽ വൻകിട വ്യവസായങ്ങളുടെ വരവോടുകൂടി മൂലധനത്തിൻ്റെ നിക്ഷേപത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയുണ്ടായി. അയൺ ഇൻഡസ്ട്രി, കോൾ ഇൻഡസ്ട്രി ഇങ്ങനെയുള്ള വ്യവസായങ്ങളുടെ വരവോടുകൂടി കുറച്ചുകൂടി വ്യാപകമായ രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായി, നിക്ഷേപമുണ്ടായി. മെനി നേഷൻസ് പ്രൊഡ്യൂസ്ഡ് മോർ ദാൻ ദേ നീഡഡ്. ഓരോ യൂറോപ്യൻ രാഷ്ട്രവും അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. ആൻഡ് മോർ ദാൻ ദേ കുഡ് അക്കോമഡേറ്റ് ഇൻ ദെയർ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവരുടെ തദ്ദേശ കമ്പോളത്തിൽ വിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടുകയുണ്ടായി. ആ കമ്പോളത്തിലേക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികമായി ഓരോ രാഷ്ട്രവും ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി. ദിസ് ഓവർ പ്രൊഡക്ഷൻ ഫോഴ്സ് ദം ടു സെർച്ച് ഫോർ മാർക്കറ്റ്. ഇങ്ങനെ അമിതമായ ഉൽപ്പാദനമുണ്ടായപ്പോൾ അവർക്ക് യൂറോപ്പിന് പുറത്തുള്ള കമ്പോളങ്ങൾ അന്വേഷിക്കേണ്ടതായി വന്നു. ദി സെർച്ച് ഫോർ മാർക്കറ്റ്സ് ബൈ ദ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഇൻ യൂറോപ്പ് ലെഡ് ടു കോമ്പീറ്റിംഗ് എമംഗ് ദം. അങ്ങനെ കമ്പോളങ്ങൾക്ക് വേണ്ടിയുള്ള ഈ രാഷ്ട്രങ്ങളുടെ, യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ മത്സരം ഉണ്ടായി. അപ്പോൾ വ്യവസായവൽകൃതമായിട്ടുള്ള ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മാർക്കറ്റുകൾക്ക് വേണ്ടി, കമ്പോളങ്ങൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുകയുണ്ടായി. യൂറോപ്യൻസ് ഹാഡ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് റിലേഷൻഷിപ്പ് വിത്ത് ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ നേഷൻസ്. അപ്പോൾ യൂറോപ്യന്മാർ വളരെ പണ്ടുകാലം മുതൽക്ക് തന്നെ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. യൂസിങ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സസ് ദ യൂറോപ്യൻ കൺട്രീസ് എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ദീസ് നേഷൻസ്. എന്നാൽ ഇങ്ങനെയുള്ള ആഫ്രിക്കൻ, ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളൊക്കെ തന്നെ യൂറോപ്യന്മാർ അവരുടെ പൊളിറ്റിക്കൽ പവറും മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയുണ്ടായി? സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയുണ്ടായി. ലേറ്റർ ദേ ബിക്കം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. പിന്നീട് പിൽക്കാലത്ത് ആ ആഫ്രിക്കൻ, ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളൊക്കെ തന്നെ എന്തായി മാറ്റപ്പെട്ടു? യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ കോളനികളായി മാറ്റപ്പെട്ടു. ദിസ് പ്രോസസ് ഈസ് കാൾഡ് കോളനൈസേഷൻ. അങ്ങനെ ഈ പ്രോസസ്സിനെയാണ്, ഇങ്ങനെ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളൊക്കെ തന്നെ കോളനികളായി മാറ്റപ്പെട്ട ഈ പ്രക്രിയയാണ് കോളനൈസേഷൻ അല്ലെങ്കിൽ കോളനിവൽക്കരണം എന്ന് പറയുന്നത്. ദി ട്രേഡ് യൂണിയൻസ് വെയർ ഫോംഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അങ്ങനെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായി വളർന്നു വന്ന ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെ എതിരെ അല്ലെങ്കിൽ മുതലാളിത്ത ചൂഷണത്തിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്തും തൊഴിലാളി സംഘടനകൾ, ട്രേഡ് യൂണിയൻസ് ഉണ്ടായി. കോൺസ്റ്റൻറ്റ് അജിറ്റേഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻസ് ആൻഡ് ദ റിസൾട്ടൻറ്റ് ഇൻക്രീസ് ഇൻ ദിയർ വേജസ് ഡിമിനിഷ്ഡ് ദി പ്രോഫിറ്റ് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ്. അങ്ങനെ തൊഴിലാളി സംഘടനകളുടെ നിരന്തരമായ പ്രക്ഷോഭങ്ങളെ തുടർന്ന് തൊഴിലാളികളുടെ വേജിൽ, അവരുടെ കൂലിയിൽ വർധനവുണ്ടായി. ദാറ്റ് ഡിമിനിഷ്ഡ് ദ പ്രോഫിറ്റ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ്. അങ്ങനെ മുതലാളിക്ക് കൂടുതൽ കൂലി കൊടുക്കേണ്ടി വന്നതിനാൽ മുതലാളിമാരുടെ ലാഭത്തിൽ വളരെയധികം കുറവുണ്ടായി. യൂറോപ്യൻ കൺട്രീസ് ഹാഡ് കൺസിഡേർഡ് ദ കോളനീസ് ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദ മാർക്കറ്റ് ഫോർ ദെയർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. അപ്പോൾ യൂറോപ്യന്മാർ അവരുടെ യൂറോപ്പിന് പുറത്തുള്ള രാഷ്ട്രങ്ങളെ, പ്രധാനമായിട്ടും ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ,
ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ കരുതിയിരുന്നത്, അവരുടെ കോളനികളെ കരുതിയിരുന്നത്, ദേ കൺസിഡേർഡ് ദ കോളനീസ് ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ്. ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായുള്ള, വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടം അല്ലെങ്കിൽ കേന്ദ്രമായിട്ട് മാത്രമാണ് മറ്റ് രാഷ്ട്രങ്ങളെ, ആഫ്രിക്കൻ, ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളെ യൂറോപ്യന്മാർ കണക്കാക്കിയിരുന്നത്. ആൻഡ് ദ മാർക്കറ്റ് ഫോർ ദെയർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, അത് മാത്രമാണോ? അല്ല. അപ്പോൾ യൂറോപ്യന്മാരുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിന്, വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാർക്കറ്റ്, കമ്പോളങ്ങളും ആയിട്ടാണ് യൂറോപ്യന്മാർ ഈ രാഷ്ട്രങ്ങളെ, ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ കോളനിവൽക്കരിക്കപ്പെട്ട രാഷ്ട്രങ്ങളെ കണക്കാക്കിയിരുന്നത്. അവരുടെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഉറവിടമായിട്ടും ഒരു സോഴ്സായിട്ടും, ആൻഡ് മാർക്കറ്റ് ഫോർ ദ ഇൻഡസ്ട്രി പ്രൊഡക്ട്സ്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള ഒരു കമ്പോളമായിട്ടും മാത്രമാണ് ഈ രാജ്യങ്ങളെ കണക്കാക്കിയിരുന്നത്. ലേറ്റർ ഓൺ കൊളോണിയൽ മാസ്റ്റേഴ്സ് സ്റ്റാർട്ടഡ് ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ കോളനീസ്. പിന്നീട് പിൽക്കാലത്ത് കൊളോണിയൽ മാസ്റ്റേഴ്സ്, മുതലാളിമാർ, അവരുടെ നിക്ഷേപം കോളനികളിൽ കൂടി നടത്തുകയുണ്ടായി. അപ്പോൾ നിക്ഷേപം ഇവിടെ കൂടി നടത്തപ്പെട്ടു, കോളനികളിൽ കൂടി നടത്തപ്പെടുകയുണ്ടായി. ഫൈൻഡ് ഔട്ട് ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഡ്യൂസ് ദെം ടു ഡു സോ. അങ്ങനെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോളനികളിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണ്? അതിൻ്റെ കാരണം എന്താണ്? യൂറോപ്പിൽ കൂലി വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് യൂറോപ്യൻ ക്യാപിറ്റലിസ്റ്റിൻ്റെ, യൂറോപ്പിലെ മുതലാളിമാരുടെ ലാഭത്തിൽ കുറവുണ്ടായി. അതുമാത്രമല്ല, റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതും മാർക്കറ്റും ഒക്കെ തന്നെ എവിടെയാണ്? കോളനികളിലാണ്. അപ്പോൾ ഉൽപ്പാദനം കൂടി എവിടേക്ക് മാറ്റാം? കോളനികളിലേക്ക് മാറ്റിയാലോ? ദി അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലേബർ, ദി അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. അപ്പോൾ യൂറോപ്യന്മാർ എന്തുകൊണ്ടാണ് കോളനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചത്? ഒന്നാമത്തെ കാരണം, ചീപ്പ് ലേബർ, വളരെ തുച്ഛമായ കൂലിക്ക് അവിടെ ആര് ലഭ്യമാകുന്നു? തൊഴിലാളികളെ ലഭ്യമാകുന്നു. ആൻഡ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, എല്ലാവിധമായ അസംസ്കൃത വസ്തുക്കളും ഈ കോളനികളിൽ ലഭ്യമാകുന്നു. ആ ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്, കോളനികളിൽ ആ വസ്തുക്കൾ, ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനും അവ വിറ്റഴിക്കുന്നതിനും വളരെ കുറഞ്ഞ ചിലവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതെല്ലാമാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, അവിടുത്തെ മുതലാളിമാർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടേക്ക് മാറ്റാനുള്ള കാരണം, കോളനികളിലേക്ക് മാറ്റാനുള്ള കാരണം. ദി ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. ആ ഫിനാൻസ് ക്യാപിറ്റൽ, മൂലധനം, കോളനികളിലേക്ക് മാറ്റപ്പെട്ട കാലഘട്ടം, ഒഴുകപ്പെട്ട ആ കാലഘട്ടത്തെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റലിസം യൂറോപ്പിലുണ്ടായി. ആ ക്യാപിറ്റലിസം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദന വർധനമുണ്ടായി, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ മാർക്കറ്റുകൾ അന്വേഷിക്കേണ്ടി വന്നു. അങ്ങനെ മാർക്കറ്റുകൾ അന്വേഷിച്ച് കോളനികളുണ്ടായി. ആ കോളനികൾ ഉണ്ടാക്കപ്പെട്ട പ്രക്രിയയെ കോളനൈസേഷൻ എന്നും, അതിനുശേഷം ഫിനാൻസ് ക്യാപിറ്റൽ, മൂലധനം കൂടി കോളനികളിലേക്ക് മാറ്റപ്പെട്ട ആ കാലഘട്ടം, അതിനെ ഇമ്പീരിയലിസം എന്നും പറയുന്നു. അപ്പോൾ എന്താണ് ഇമ്പീരിയലിസം? ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ ഫിനാൻസ് ക്യാപിറ്റൽ, മൂലധനം, കോളനികളിലേക്ക് മാറ്റപ്പെട്ട കാലഘട്ടത്തെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. Imposing a nation's political, economic and cultural dominance on another nation is a fundamental feature of imperialism. അപ്പോൾ ഇമ്പീരിയലിസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഇമ്പോസിങ് എ നേഷൻസ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡോമിനൻസ് ഓൺ അനദർ നേഷൻ. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിൻ്റെ മുകളിൽ അവരുടെ പൊളിറ്റിക്കൽ, രാഷ്ട്രീയ, എക്കണോമിക്, സാമ്പത്തിക ആൻഡ് കൾച്ചറൽ, സാംസ്കാരികമായ ഡോമിനൻസ്, മേധാവിത്വം സ്ഥാപിക്കുകയാണെങ്കിൽ, അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയാം? ഈ ഇമ്പീരിയലിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയാം. കൊളോണിയലിസ്റ്റ് ഇമ്പോസ്ഡ് ദർ ഡോമിനൻസ് യൂസിങ് ലീഗൽ സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, മിലിറ്ററി ഫോഴ്സ്. അപ്പോൾ കൊളോണിയൽ രാഷ്ട്രങ്ങളെല്ലാം തന്നെ അവരുടെ മേധാവിത്വം കോളനികൾക്ക് മുന്നിൽ അടിച്ചേൽപ്പിക്കുന്ന പ്രധാനമായി ഈ 3 മാർഗങ്ങളിലൂടെയാണ്. എന്തൊക്കെയാണ്? ലീഗൽ സിസ്റ്റം, അവിടുത്തെ ലീഗൽ സിസ്റ്റത്തിലൂടെ; അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, ഭരണപരമായുള്ള നടപടികളിലൂടെ; മിലിറ്ററി ഫോഴ്സ്, സൈനിക ശക്തിയിലൂടെ. ഇങ്ങനെയൊക്കെയാണ് ഒരു കോളനി, ഒരു ഇമ്പീരിയലിസ്റ്റ് കൺട്രി അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ രാഷ്ട്രം മറ്റ് പ്രദേശങ്ങളിലെ കോളനികളിൽ തങ്ങളുടെ
മേധാവിത്വം, ഡോമിനൻസ് അടിച്ചേൽപ്പിക്കുന്നത് ഈ പ്രധാനപ്പെട്ട 3 മാർഗങ്ങളിലൂടെയാണ്. 1 ലീഗൽ സിസ്റ്റം, 2 അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, 3 മിലിറ്ററി ഫോഴ്സ്. എല്ലാവരും ഇത് നന്നായി പഠിച്ചു വയ്ക്കുക. ഈ 3 കാര്യങ്ങളും നന്നായി പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് ഇംപീരിയലിസം അഫക്റ്റ് ദ കോളനീസ്? എങ്ങനെയാണ് ഈ സാമ്രാജ്യത്വം കോളനികളെ ബാധിച്ചത്? പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത്. ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദി കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. അപ്പോൾ കോളനികളുടെ പരമ്പരാഗതമായ സാമ്പത്തിക വ്യവസ്ഥയെ, സാമ്പത്തിക സംവിധാനത്തെ തകർക്കുകയുണ്ടായി. 2 അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റംസ് വെയർ റീപ്ലേസ്ഡ്. അവിടെ ഉണ്ടായിരുന്ന കോളനികളുണ്ടായിരുന്ന ഭരണപരവും നീതി സമ്പ്രദായത്തെയൊക്കെ തന്നെ മാറ്റി മറ്റൊരു സമ്പ്രദായം പുനഃസ്ഥാപിക്കുകയുണ്ടായി. 3 ദ പീപ്പിൾ ഇൻ ദ കോളനീസ് വെയർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് ഇൻ ലൈ ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്. കോളനികളിലെ ജനത പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളകൾക്ക് പകരമായി ക്യാഷ് ക്രോപ്സ്, നാണ്യവിളകൾ കൃഷി ചെയ്യാനായിട്ട് യൂറോപ്പിലെ കോളനി രാഷ്ട്രങ്ങൾ ഫോഴ്സ് ചെയ്യുകയുണ്ടായി. ആൻഡ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ്ഡ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. നാച്ചുറൽ റിസോഴ്സസ് വെയർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. പ്രകൃതി വിഭവങ്ങൾ വളരെയധികം ചൂഷണം ചെയ്യപ്പെട്ടു. ഇൻഡിജിനിയസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വെയർ ഡിസ്ട്രോയിഡ്. തദ്ദേശീയമായി ഉണ്ടായിരുന്ന കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസ സമ്പ്രദായം ഇവയൊക്കെ തന്നെ തകർക്കപ്പെട്ടു. ദീസ് ആർ ദ എഫക്ട്സ് ഓഫ് ഇംപീരിയലിസം. ഇതാണ് ഇംപീരിയലിസത്തിൻ്റെ എഫക്ട്സ്. അപ്പോൾ കോളനികളെ എങ്ങനെയൊക്കെയാണ് ഇംപീരിയലിസം ബാധിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകൾ എഴുതണം. The competition and the conflict among imperialist nations for colonies and markets led to the outbreak of wars. അപ്പോൾ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ കമ്പോളങ്ങൾക്ക് വേണ്ടിയുള്ളതും കോളനികൾക്ക് വേണ്ടിയുള്ള മത്സരവും സംഘർഷവും ഒക്കെ തന്നെ യുദ്ധങ്ങളിലേക്ക് നയിക്കപ്പെട്ടു. അങ്ങനെ മാർക്കറ്റുകൾക്ക് വേണ്ടിയുള്ള, കോളനികൾക്ക് വേണ്ടിയുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ സംഘർഷങ്ങൾ, മത്സരമൊക്കെ തന്നെ ലോകത്തെ യുദ്ധത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചു. യുദ്ധം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായ യുദ്ധം ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ. 1ാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും ഇങ്ങനെയുണ്ടായ യുദ്ധങ്ങളായി നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇനി നമുക്കത് പഠിക്കേണ്ടതായിട്ടുണ്ട്.